ഹല്ലേലൂയ, യേശുവേ ആരാധന. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുലിഖിതം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ എങ്ങനെയാണ് ഓരോ ജീവിതങ്ങളെയും സ്പർശിക്കുന്നത് എന്ന് ഒരു വ്യക്തിയുടെ അനുഭവത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ക്രിസ്റ്റഫർ, ഞാൻ കന്യാകുമാരി സ്വദേശിയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച വലിയ 2 അത്ഭുതങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. 2003 ഞാൻ സൗദിയിൽ ജോലിക്ക് വേണ്ടി പോയതാ. 2011 വരെ ഞാൻ പ്രൊമോഷന് ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ കിട്ടിയില്ലായിരുന്നു. 2011 എൻ്റെ കൂടെ ഉള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അഭിഷേക് എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അഭിഷേകാഗ്നി എന്നൊരു പ്രോഗ്രാം TV കൂടെ വരുന്നുണ്ട് അല്ലേ? അല്ല, നെറ്റില്. ഞാൻ നെറ്റിലുണ്ട്. നെറ്റിലുണ്ട്. നീ ഡൗൺലോഡ് ചെയ്ത് ദിവസം കാണണം, ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു പറഞ്ഞു. ആ സ്നേഹിതൻ നല്ല വിശ്വാസത്തിന് കൃപ കിട്ടിയപ്പോൾ സ്നേഹിതൻ സുവിശേഷ വേല ചെയ്ത് 10 പേരെ പുതിയത് അറിയിക്കാൻ ശ്രമിച്ച് അങ്ങനെ സൗദിയിൽ വെച്ചിട്ട് ഈ ഫ്രണ്ടിനോട് പറഞ്ഞു. ഫ്രണ്ടിന് ശരിക്കും മലയാളം മനസ്സിലാവില്ലെങ്കിലും അദ്ദേഹം മറ്റേ സ്നേഹിതൻ വളരെ തീഷ്ണമതി ആയതുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അതെ, അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി, എനിക്ക് ഉച്ചയ്ക്ക് 12 തൊട്ട് രാത്രി 12 മണി വരെയാണ് ജോലി. 12 മണിക്കൂർ റിഗിലാണ് ജോലി. അപ്പോൾ രാത്രി 12 മണി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് റൂമിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ അഭിഷേകത്തിന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അഡ്വൈസൻ സമയത്ത് ഞാൻ, ദൈവമേ എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടണേ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ 2011 വരെ പ്രൊമോഷന് വേണ്ടി ശ്രമിച്ച് ഒന്നും നടന്നില്ല. കർത്താവെ അങ്ങ് ഇടപെട്ട ഒരു പ്രൊമോഷൻ റെഡിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് റിഗിലെ ജോലി ചെയ്യുന്നവർക്കറിയാം എങ്ങനെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പ്രൊമോഷൻ കിട്ടുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ മറൈൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊമോഷൻ കിട്ടിയത്. 3 പ്രൊമോഷൻ ഒന്നിച്ച് പിറ്റേ ദിവസം രാവിലെ സേഫ്റ്റി മീറ്റിംഗില് 3 പ്രൊമോഷൻ ഒന്നിച്ചാണ് എനിക്ക് കിട്ടിയത്. എങ്ങനെയാണെന്ന് വെച്ചാൽ റെസ്റ്റ് ബോർഡ്, ചീഫ് റെസ്റ്റ് ബോർഡ്, അതിനുശേഷമാണ് അസിസ്റ്റന്റ് ക്രെയിൻ ഓപ്പറേറ്റർ. പക്ഷേ ദൈവം എനിക്ക് തന്നത് അസിസ്റ്റന്റ് ക്രെയിൻ ഓപ്പറേറ്റർ. ഒറ്റയടിക്ക് ആ OM എന്നെ വിളിച്ച് പറഞ്ഞു, അതായത് എന്റെ റിഗ് മാനേജർ. 3 പ്രൊമോഷൻ ഒറ്റയടിക്ക് പിറ്റേ ദിവസം രാവിലെ 11:30 മണി സേഫ്റ്റി മീറ്റിംഗിൽ. സേഫ്റ്റി മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നീ സേഫ്റ്റി മീറ്റിംഗ് കഴിഞ്ഞ് പോകണ്ട, ഇവിടെ ഇരിക്കുക, നിന്നോട് സംസാരിക്കാനോട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബോസും റിഗ് മാനേജറും പറഞ്ഞ് 3 പ്രൊമോഷൻ, അതായത് 3 പ്രൊമോഷൻ പറഞ്ഞു. ശരിക്കും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പല വർഷങ്ങളായി നടക്കുന്നത് എല്ലാം കൂടെ കൂടി ഒറ്റയടിക്ക് പിറ്റേ ദിവസം ആനന്ദരിക്കും അങ്ങോട്ട് കൊടുത്തു. എന്താ ഇത്? തലേ ദിവസം ഡൗൺലോഡ് ചെയ്ത് അഭിഷേകത്തിന് കണ്ട് യേശുവേ എന്ന് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം സന്തോഷത്തിന്റെ വരവായി. ഞാനപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലായിരുന്നു, സാക്ഷ്യം പഠിപ്പിക്കോളാണ് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനത്തെ രീതികള് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറിയില്ലായിരുന്നു. അപ്പൊ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഇതുപോലെ മലയാളികളൊക്കെ എത്ര ഭാഗ്യമുള്ളവര്, ബാംഗ്ലൂരു അവർക്ക് അതൊക്കെ സാക്ഷ്യപ്പെടുത്തണം എന്നൊക്കെ ഒരു തിരിച്ചറിവ് പല കൺവെൻഷനിൽ കൂടി കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പല പ്രദേശത്ത് ദൂര സ്ഥലങ്ങളിൽ കിടക്കുന്നവർക്ക് അങ്ങനത്തെ രീതിയെക്കുറിച്ച് പരിജ്ഞാനമില്ല. എന്നാലും ശരി, ഈ സഹോദരൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഇതുപോലെ എൻ്റെ വീട് പണിയാനായിട്ട് ഞാൻ എഞ്ചിനീയറെ വിളിച്ച് പ്ലാനൊക്കെ വരച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ, അതായത് ചിട്ടിയൊക്കെ പിന്നെ ഇങ്ങനെ ഒന്നിച്ചിട്ട് ഒരു 10 ലക്ഷം കയ്യിലുണ്ട്. ബാക്കി 5 ലക്ഷം വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ മാസം ഞാൻ വെക്കേഷൻ വരുന്നതാണ്. കഴിഞ്ഞ മാസം വന്നിട്ട് പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് പോയപ്പോൾ അവിടെ ചെന്ന് പിന്നെ അതുപോലെ തന്നെ അഭിഷേകിനെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന കണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ പിറ്റേ രാത്രി 12 മണി ശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച അഭിഷേകിനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ 12 മണിക്ക് ശേഷം കൂർക്കം വലിക്കുകയാണ്. അപ്പോൾ സഹോദരൻ ഇത് എനിക്ക് 5 ലക്ഷം ഉറുപ്പിക ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ശരിക്കും ഇരുന്ന് ഉറക്കവും ഇല്ല, ഒന്നുമില്ലാതെ. ഒന്ന് 12 മണിയാകണ്ട, 4 മണിയായിട്ടുള്ള കൂർക്കം കേൾക്കാം. ഞാൻ അഭിഷേകിന് പ്രോഗ്രാമിലെ, ദൈവമേ എനിക്ക് ഒരു 5 ലക്ഷം രൂപ ഇനി വേണം, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാട്ടണേ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ മെതുവേ നല്ല വിധത്തിൽ, ദൈവമേ 5 lakhs അത് എനിക്ക് വഴിയില്ല, ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് അഭിഷേകിനെ കണ്ടിട്ട് സ്ലോലി നല്ല മെതുവേ പറഞ്ഞു. എന്നിട്ട് അതുപോലെ ഉച്ചയ്ക്ക് 12 മണി ഡ്യൂട്ടിക്ക് ഇറങ്ങി 3:20 ഓഫീസിൽ നിന്ന് ഒരു കാൾ,
അപ്പോൾ ഓഫീസിൽ നിന്ന് കോർഡിനേറ്റർ വിളിച്ച് പറഞ്ഞ് റിഗ് 54 പുതിയ ആയിട്ട് വരുന്നുണ്ട്, ആ റിഗിൽ എന്നെ ക്രെയിൻ ഓപ്പറേറ്റർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാൾ പറഞ്ഞു. പിറ്റേ ദിവസം അതുപോലെ തന്നെ 2 പ്രൊമോഷൻ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നേർച്ചനായിരുന്നു, ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എങ്ങനെ അട്ടപ്പാടി വരണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു ലക്കുമില്ല. എന്റെ പെങ്ങൾ ഇവിടാണ് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ബാംഗ്ലൂരില്. ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഇവിടെ സേവ്യർ കാനാട്ട നിന്റെ ഫേവർ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ നിനക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നീ ആള് മോശമല്ല, നിന്റെ സേവർ അച്ചായൻ. ഞാൻ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിഷേകിന് കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ എന്റെ പെങ്ങളോടും പറഞ്ഞായിരുന്നു. അപ്പൊ പെങ്ങൾക്ക് തന്നെ ഒരു തുറവി കിട്ടിയത് ഇങ്ങനത്തെ അഭിഷേകിന് കാര്യങ്ങളോട്. ഈ സഹോദരന് അനുഭവം കിട്ടിയപ്പോൾ സഹോദരൻ മറച്ചു വെച്ചില്ല. പല മലയാളികളും കന്നഡക്കാരോട് പറയാതെ മറച്ചു വെക്കുക. ഈ സഹോദരൻ മലയാളി അല്ലെങ്കിൽ പോലും ഇദ്ദേഹം പരമാവധി ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, അതിന്റെ കൂടുതൽ പെങ്ങളോടും പറഞ്ഞു. അപ്പൊ എന്റെ പെങ്ങളും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കിട്ടി, ദൈവാനുഗ്രഹം കൊണ്ട്. പെട്ടെന്ന് ഞാൻ വന്നു. കന്യാകുമാരി ഞാൻ വന്നു. ഇപ്പൊ നോക്കിയേ, ബാംഗ്ലൂരു, ഇവിടെയുള്ള ബാംഗ്ലൂര് പലതും റോട്ടിൽ കിടക്കുക. പക്ഷേ കന്യാകുമാരി എന്ന് കർത്താവിന്റെ പൈതലിനെ കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് കർത്താവിന്റെ അതിശയം കാണിക്കുക. ദൈവത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നത്. എന്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ച അത്ഭുതങ്ങൾ. ദൈവമേ, അഭിഷേകനിലൂടെ ഈശോ എങ്ങനെ ഇടപെടുന്നത് മക്കളെ മനസ്സിലാക്കുക. കിട്ടുന്ന അനുഭവം നമ്മൾ രഹസ്യമായി വെക്കരുത്. ഇത് നിങ്ങൾ കന്നഡക്കാരോട് പറയണമെന്ന് ഈശോ ആഗ്രഹിച്ചുകൊണ്ടാണ് കന്യാകുമാരി നീ മകനെ കൊണ്ട് നിങ്ങളോട് സംസാരിപ്പിച്ചത്. നിങ്ങൾ ഒരാളോട് പറയുമ്പോൾ ആ ആളുടെ കുടുംബം, അയാളുടെ ബന്ധം ഒരുപാട് പേര് യേശുവിൻ്റെ രക്ഷ അറിയും, യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇത് സൗദിയിൽ ഒരു ഫ്രണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ മകനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര്, ബാംഗ്ലൂർ പെങ്ങൾ ഉൾപ്പെടെ അറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഈ മകന്റെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ഈശോ ചെയ്ത്. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സൈന്യബലത്താലല്ല ഗരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നമ്മൾ 10 പേരോട് പറയണം. ഇന്ന് ഞാൻ നിങ്ങളൊരു കാര്യം ചുമതലപ്പെടുത്തുകയാണ്. നിങ്ങൾ അഭിഷേകനെ സ്നേഹിക്കുന്നു, നിങ്ങൾ അഭിഷേകനെ കാണുന്നു. നിങ്ങൾ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഒരാളോട് ഷാലോം ചാനലിനെ കുറിച്ചും ഷാലോം ചാനലിലുള്ള ഞായറാഴ്ച 8:30 വരുന്ന ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ചും ഒരാളോട് പറഞ്ഞ്, ഇതുവരെ കേൾക്കാത്ത ഒരാളോട് പറഞ്ഞ് പ്രേക്ഷിത വേല ചെയ്യണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ചുമതലപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അത് വലിയ അനുഗ്രഹമായി നിങ്ങളുടെ കുടുംബത്തിന് മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ അഭിഷേകനിക്ക് വേണ്ടി ശനിയാഴ്ച തോറും 1,00,000 ആളുകൾ ഉപവാസം എടുത്ത് ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത്രയും പ്രാർത്ഥിച്ചു വരുന്നൊരു ശുശ്രൂഷയാണിത്. ഇത് കേൾക്കുന്ന കുടുംബങ്ങൾക്കെല്ലാം അതിന്റെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് കൃപ ചൊരിയണമേ കർത്താവേ. ഈ സമൂഹത്തിലെ ഓരോ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഓരോ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥമായി നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്ന ധന്യ നിമിഷങ്ങളാണിത്. സിസ്റ്റേഴ്സ് ആണെങ്കിൽ മദറും കമ്മ്യൂണിറ്റി മെമ്പേഴ്സും എല്ലാം ഒരുമിച്ചിരുന്ന് വചനം കേൾക്കാൻ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്ന ധന്യ നിമിഷങ്ങളാണിത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാവുന്ന ഒരു അത്ഭുതത്തിന് നിമിഷങ്ങളാകട്ടെ എന്ന് അച്ഛൻ ഇപ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം
3-ാം അധ്യായം 8-ാം തിരുലിഖിതം. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിച്ചൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അനുഭവമില്ല? ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അനുഭവം കിട്ടുന്നില്ല? അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ കൂടുന്ന കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് എന്തുകൊണ്ട് ഒരുപോലെ അനുഭവം കിട്ടുന്നില്ല? അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ എത്രമാത്രം പ്രസാദിപ്പിക്കുന്നുവോ, എത്രമാത്രം പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നുന്നുവോ, അത്രത്തോളം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകം വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഇത് 2 വിധത്തിൽ അഭിഷേകത്തിന് കൂടാം. ഒരു ധ്യാനം കൂടുമ്പോൾ 2 വിധത്തിൽ കൂടാം. ഒരു ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ 2 വിധത്തിൽ നമുക്ക് ശുശ്രൂഷയെ പങ്കെടുക്കാം. ഒന്ന്, നമുക്ക് ഇഷ്ടമുള്ള വിധം, നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ആ ശുശ്രൂഷയെക്കുറിച്ച് സംസാരിക്കും, ആ ശുശ്രൂഷയെ കാണും, അതിനെക്കുറിച്ച് ചിന്തിക്കും. അതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഡിസ്പോസിഷൻ ഇരിക്കും. നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ, നമുക്ക് കൺവീനിയൻ്റ് ആയ വിധത്തിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നമുക്ക് ഇരിക്കാം, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം, അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ മറ്റൊരു വിധത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റും. എൻ്റെ പരിശുദ്ധാത്മാവിന് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ആലോചന ചോദിച്ച് പരിശുദ്ധാത്മാവിന് പ്രീതി തോന്നുന്ന വിധത്തിൽ, ഇഷ്ടം തോന്നുന്ന വിധത്തിൽ ഇരിക്കുക, പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ നടക്കുക, പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ ചിന്തിക്കുക, പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേരുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആത്മീയ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള വിധത്തിൽ നമ്മളെ തന്നെ ക്രമീകരിച്ചാൽ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി പ്രവഹിക്കും. 1 സെക്കൻഡ് മതി അവർക്ക് വലിയ അനുഭവങ്ങൾ കൊടുക്കാൻ. കർത്താവിന് 1 സെക്കൻഡ് മതി. ഈ സാക്ഷ്യത്തിൽ കന്യാകുമാരിയിൽ നിന്ന് വന്ന ആ എളിയ മകൻ പറഞ്ഞു കേട്ടില്ലേ, അദ്ദേഹം ഡെയിലി അഭിഷേകത്തിന് കാണുന്ന വ്യക്തിയോ കേൾക്കുന്ന വ്യക്തിയോ ഒന്നും ആയിരുന്നില്ല. ഒരു സ്നേഹിതൻ പറഞ്ഞു, അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് ജോലി കഴിഞ്ഞ് രാത്രി 12 മണിക്ക് ശേഷം ഇരുന്ന് ഒരൊറ്റ ദിവസം കണ്ടതേ ഉള്ളൂ, ഒരൊറ്റ രാത്രി കണ്ടതേ ഉള്ളൂ. പിറ്റേ ദിവസം 12 മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാളുകളായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു. കെട്ടുകളും തടസ്സങ്ങളും മാറി, പാതകൾ തുറക്കപ്പെട്ട് ദൈവത്തിന്റെ അനുഭവം കർത്താവ് ആ മകന്റെ ജീവിതത്തിൽ നൽകി, ആ മകനെ അനുഗ്രഹിച്ച്. ഒന്നും കൂടെ ഉറക്കെ പറയാ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. എസ്തപ്പാനോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനത്തിൽ 6-ാം അധ്യായത്തിൽ 8ഉം 9ഉം തിരുലിഖിതങ്ങൾ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. കിരണയക്കാരും അലക്സാണ്ട്രിയക്കാരും കിലീക്കിയായാലും ഏഷ്യയിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നവരും സ്വതന്ത്രന്മാരും സിനഗോഗ് എന്നറിയപ്പെടുന്നവരും സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് എസ്തപ്പാനോസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു. എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത്രമാത്രം ആത്മാവിൻ്റെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും നിറവിൽ നിറഞ്ഞു നിൽക്കുന്ന ആ നിറവിൽ ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസനാണ് എസ്തപ്പാനോസ്. എന്നാൽ എസ്തപ്പാനോസിന്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ ഇടയിലുണ്ടായ അനുഭവം എന്താണെന്ന് വിശുദ്ധ ലിഖിതം രേഖപ്പെടുത്തുന്നുണ്ട്. 7-ാം അധ്യായം അതിൽ 54ഉം 55ഉം തിരുലിഖിതങ്ങൾ. അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നതായി അവൻ കണ്ടു. നോക്ക്, എസ്തപ്പാനോസ് ആത്മാവിൽ നിറഞ്ഞു വരിക. എന്നാൽ എസ്തപ്പാനോസ് പറഞ്ഞ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല്ല് കടിക്കുക. അവർ കൂടുതൽ പൈശാചിക സ്വഭാവമുള്ളവരായി മാറുക, അവർ കൂടുതൽ നരകത്തിന്റെ സന്തതികളായി മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാറ്റ് അതിനിഷ്ടമില്ലാത്തടത്തേക്ക് വീശിയില്ല. ദൈവത്തിന്റെ ആത്മാവ് അവിടെ അവരുടെ മേൽ പ്രവർത്തിച്ചില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തിന്
അവരുടെ ഹൃദയങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല. അതുകൊണ്ട് എസ്തപ്പാനോസ് അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, എന്തുകൊണ്ട് കാറ്റ് അവരുടെ മേൽ വീശിയില്ല എന്നതിനെ കുറിച്ച് 7-ാം അധ്യായം 51-ാം തിരുലിഖിതത്തിൽ എസ്തപ്പാനോസ് വെളിപ്പെടുത്തുന്നുണ്ട്. മറക്കട മുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് കാറ്റ് അവരുടെ മേൽ വീശിയില്ല? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വെളിപാടുകൾ, അത്ഭുതങ്ങൾ, ജ്ഞാനം അവർക്ക് ലഭിച്ചില്ല? എന്തുകൊണ്ട് വചനം വഴി രക്ഷ അവർക്ക് കരഗതമായില്ല? അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായി നിലകൊണ്ടു. അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് മല്ലടിച്ചു. അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് മറുതലിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് എതിർക്കുന്ന ഒരു മനസ്സുമായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വിധേയപ്പെടാത്ത, മല്ലടിക്കുന്ന കല്ലുപോലുള്ളൊരു ഹൃദയവുമായി അവർ ആ സമൂഹത്തിൽ നിന്നു നടന്നു, ഇരുന്നു, ചിന്തിച്ചു, കണ്ടു, കേട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണ്? നിങ്ങളുടെ ഹൃദയം പരിശുദ്ധാത്മാവോട് മല്ലടിക്കുന്ന ഒരു ഹൃദയമാണോ? നിങ്ങളുടെ മദ്യപാനം തുടരാൻ വേണ്ടി, നിങ്ങളുടെ വ്യഭിചാരം തുടരാൻ വേണ്ടി, നിങ്ങളുടെ വഴക്കും വക്കാലിത്തം തുടരാൻ വേണ്ടി, നിങ്ങളുടെ തോന്നിയാസം തുടരാൻ വേണ്ടി, ജനപ്രകാരമുള്ള ജീവിതം തുടരാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധാത്മാവോട് മല്ലടിക്കുന്നവരാണോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ അവസ്ഥകളെയും ദൈവത്തിന്റെ ആത്മാവ് എണ്ണുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അളക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് തൊട്ടു നോക്കുന്നുണ്ട്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് എനിക്ക് നിങ്ങൾക്കും വചനം അനുഭവമാകുന്നില്ല, പ്രാർത്ഥന അനുഭവമാകുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. പ്രത്യേക തരത്തിൽ ഹൃദയം കല്ലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിന് മുമ്പിൽ ഹൃദയത്തെ എളിമപ്പെടുത്തുക, ഹൃദയത്തെ എളിമപ്പെടുത്തുക, ഹൃദയത്തെ ഒന്നായിട്ട് എളിമപ്പെടുത്തുക. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുലിഖിതം. കൊർണേലിയൂസിന്റെ ഭവനത്തിൽ കുറച്ച് പാവപ്പെട്ട മക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവര്, ദൈവത്തെ ആശ്രയിക്കുന്നവര്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവര്. അവിടേക്ക് പത്രോസ് അപ്പോസ്തലൻ കടന്നു ചെന്നു. പത്രോസ് അപ്പോസ്തലന്റെ സ്വസിദ്ധമായ നാച്ചുറലായിട്ടുള്ള ആ സ്വാഭാവിക കഴിവ് ഉപയോഗിച്ച് എസ്തപ്പാനോസിനെ പോലെ അങ്ങനെ പറഞ്ഞു ഇല്ലയോ എന്ന് വചനത്തിൽ കാണുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ പത്രോസ്ലീഹ സമൂഹത്തിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് തനിക്ക് കിട്ടിയ കൃപയുടെ തോതനുസരിച്ച് ജനത്തോട് സംസാരിച്ചു. അപ്പോസ്തല പ്രവർത്തനം 10:44 പഠിപ്പിക്കുകയാണ്. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാർ 2-ാം പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുലിഖിതം. ഏലീഷ ഒരു നിമിഷം പറഞ്ഞു, അയ്യോ, ആത്മാവിന്റെ ഒരു ഇടപെടൽ കാണുന്നില്ലല്ലോ, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. നിങ്ങൾ വേഗം പോയി ഒരു ഗാന ശുശ്രൂഷകനെ കൊണ്ടുവരിക, ഒരു ഗായകനെ കൊണ്ടുവരിക. അവർ പോയി ഒരു ഗായകനെ കൊണ്ടുവന്നു. ആ ഗായകൻ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഏലീഷയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ആവസിച്ചു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതി. ഏലീഷയുടെ ഹൃദയം ഒരുപാട് എളിമപ്പെട്ട്, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, അയ്യോ എനിക്ക് പരിശുദ്ധാത്മാ അനുഭവം ഇല്ലല്ലോ, എനിക്ക് പണ്ടത്തെ പോലെ ഉണർവില്ലല്ലോ. തൻ്റെ ഹൃദയം എളിമപ്പെടുത്തി, തൻ്റെ വേദന പറഞ്ഞു ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള വിധത്തിൽ ഹൃദയത്തെ ഒരുക്കി. അത് ഒരനുഭവമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം തിരുലിഖിതം. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. ഒരു വലിയ ശുശ്രൂഷയെ പങ്കെടുത്തില്ല, മണിക്കൂറുകൾ നിങ്ങളുടെ ശുശ്രൂഷയൊന്നുമല്ല. ഇതാ ഒരു അഭിവാദന സ്വരം കേട്ടതേ ഉള്ളൂ. മുമ്പേ ഗാനം ആലപിച്ചു, ഏലീഷ പാട്ട് പാടി എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഗായകൻ പാടി, ഏലീഷ കേട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആത്മാവ് കൊണ്ട് നിറഞ്ഞു തുളുമ്പി. അഭിവാദന സ്വരം കേട്ടേ ഉള്ളൂ. ഇതാ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഇതാ മറിയം വരുന്നു, പരിശുദ്ധ മാതാവ് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഈ എലിസബത്ത് ഒരുങ്ങുകയായിരുന്നിരിക്കാം, പ്രാർത്ഥിക്കുകയായിരുന്നിരിക്കാം. ഓ ദൈവമേ, എലിസബത്തിന്റെ ഹൃദയത്തിൽ ഒരുപാട് എളിമയും കാത്തിരിപ്പും ഒരുക്കവും അതെത്രമാത്രം ഹൃദയത്തിലുണ്ടായിരുന്നോ
അതിനനുസരിച്ച് ദർശനമാത്രയിൽ, അഭിവാദന കേട്ട മാത്രയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി മാറി. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 14 മുതലുള്ള തിരുലിഖിതങ്ങൾ മറ്റൊരു രംഗം വെളിപ്പെടുത്തി തരികയാണ്. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെ മേലും വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ കൈകൾ വെച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. സ്ലീഹന്മാർ ആ ദൈവജനത്തിന്റെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം ദൈവശക്തി അവരുടെ മേൽ പ്രവഹിച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. സ്വരം കേട്ടപ്പോൾ, ദർശനം നേരിട്ട് കണ്ടപ്പോൾ, പാട്ട് കേട്ടപ്പോൾ, വചനം കേട്ടപ്പോൾ, കൈകൾ തൊട്ടപ്പോൾ ആത്മാവ് നിറയുന്ന രംഗങ്ങളല്ലേ ഈ വചന ഭാഗങ്ങളെല്ലാം നാം കാണുകയും കേൾക്കുകയും ചെയ്തത്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം എത്രമാത്രം പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള വിധത്തിൽ എളിമ, വിനയം, കാത്തിരിപ്പ്, ദൈവത്തിന് വേണ്ടി ഒരുക്കം, ദൈവത്തിന് വേണ്ടി ദാഹം, ഇങ്ങനെ നമ്മുടെ ഹൃദയത്തെ എത്ര കൂടുതൽ ഒരുക്കുന്നുവോ അത്ര പെട്ടെന്ന് അനുഭവം ഉണ്ടാവും. ബാംഗ്ലൂരിൽ നിന്നൊരു സഹോദരി പറയുകയാണ്, ഒരുപാട് കാലങ്ങളായി രോഗം, വേദന, തടസ്സം, ബുദ്ധിമുട്ട്. എന്നാൽ അട്ടപ്പാടി വന്നപ്പോ ഒരു സെക്കൻഡ് ദൈവത്തിന്റെ ശക്തി അദ്ദേഹത്തിന് മേൽ പ്രവഹിച്ച്. ഞാൻ രാജരാജേശ്വരി നഗറിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ബിജി. കഴിഞ്ഞ വർഷം ജൂലൈ മാസം ആദ്യ വെള്ളിയാഴ്ച ഞാൻ അട്ടപ്പാടിയിൽ എൻ്റെ കൂട്ടുകാരുമായിട്ട് ആദ്യമായിട്ട് പോവുകയാണ് ധ്യാനത്തിന്. ആ 1 ഡേ ധ്യാനം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ കുരിശിൻ്റെ വഴിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് വളരെയധികം ചുമയുള്ളത് കാരണം ഞാൻ കുരിശിൻ്റെ വഴിക്ക് പോകാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സെവർക്കാനച്ചൻ ഓഫീസ് റൂമിലോട്ട് വരുന്നത് കണ്ട് ഞാൻ ഓടിപ്പോയി, എനിക്ക് വിട്ടുമാറാത്ത ചുമയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്ത് ഒരു വിറയൽ മാതിരി അനുഭവപ്പെട്ടു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഞാൻ ചുമച്ചിട്ടില്ല. 40 വർഷം പഴക്കമുള്ള ചുമ എൻ്റെ ഈശോ എടുത്തു. 40 വർഷം. എനിക്ക് 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ചുമയാണ്. ഒരാൾക്ക് സുഖപ്പെടുത്താൻ പറ്റിയില്ല. 40 വർഷം പഴക്കമുള്ള ചുമ വിട്ടുമാറി. കൂടാതെ കുറെ നേരം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ എൻ്റെ പാദത്തിന്റെ മുകളിൽ നീര് വരുമായിരുന്നു. അതും എൻ്റെ ഈശോ എടുത്തു മാറ്റി. ഉറക്കം പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട നോക്ക്, ഈ ചേച്ചി ഹൃദയം എത്ര ഒരുക്കിയോ അത്രയും പെട്ടെന്ന് അനുഭവം ഉണ്ടായി. ഒരു സെക്കൻഡ് തൊട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ദൈവത്തിന് അനുഭവം ഉണ്ടായി. എത്ര നമ്മൾ ഒരുങ്ങുന്നുവോ, എത്ര നമ്മുടെ ഹൃദയം ഒരുക്കുന്നുവോ, എത്ര ഇരിക്കുന്നു. ആത്മാവ്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഇതാണ് ഈശോ അതിൽ വെച്ചിരിക്കുന്ന ബേസിക് പ്രമാണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:8. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. വേഗം എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ ദൈവമക്കളെ, ഈ ജീവിതത്തിൽ ഏറ്റവും ടോപ്പായ, ഏറ്റവും ഉന്നതമായ ഒരു സ്ഥിതിവിശേഷമാണ് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. 2 കരങ്ങളും നന്നായിട്ട് ഉയർത്താം. മല്ലടിക്കുന്ന പ്രകൃതം, അനുസരണക്കേട്, താന്തോന്നിത്തം ഇതെല്ലാം വിട്ടുപോകട്ടെ. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം ചെയ്യണ കർത്താവേ, അഭിഷേകം ചെയ്യണ കർത്താവേ, ഉണർത്തണമേ കർത്താവേ. പരിശുദ്ധാത്മാവോട് മല്ലടിക്കുന്ന എല്ലാ പ്രകൃതങ്ങളെയും വിശുദ്ധീകരിക്കണമേ. അഹങ്കാരം, ഈഗോ, അഹംഭാവം, തന്നിഷ്ടം, ധിക്കാരം, ധാർഷ്ട്യം, അനുസരണക്കേട്, താന്തോന്നിത്വം, ഏകാധിപത്യ സ്വഭാവം, വിമത സ്വഭാവം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. സ്പർശിക്കണമേ കർത്താവേ. ഓരോ കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഓരോ ജീവിതങ്ങളെ തൊടണമേ കർത്താവേ. ഇന്ന് ആത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ. കരഞ്ഞ് നിലവിളിക്കുന്ന മക്കളെ ഇപ്പോൾ തൊടണമേ കർത്താവേ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ വേണം കർത്താവേ, പരിശുദ്ധാത്മാവിനെ വേണം കർത്താവേ. പരിശുദ്ധാത്മാവിന് വേണ്ടി എന്റെ ഹൃദയത്തെ ഒരുക്കണമേ കർത്താവേ. അതിനുവേണ്ടി എന്നെ അനുഗ്രഹിക്കണേ കർത്താവേ. ആരാധന, 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 ആരാധന. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണ കർത്താവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണ കർത്താവേ, സമർപ്പിതരെ അനുഗ്രഹിക്കണ കർത്താവേ, വൈദികരെ അനുഗ്രഹിക്കണ കർത്താവേ, പാസ്റ്റർമാരെ അനുഗ്രഹിക്കണ കർത്താവേ.
എല്ലാ വൈദിക വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഉപദേശിമാരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാ ലീഡർമാരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, പ്രയർ ഗ്രൂപ്പ് ലീഡേഴ്സിനെ അനുഗ്രഹിക്കുന്ന കർത്താവേ, വചന പ്രഘോഷകരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, കൗൺസിലേഴ്സിനെ അനുഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. 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 വാഴുന്ന ഞങ്ങൾ തൻ സ്നേഹപിതാവിനിന്നാരാധന, ആത്മാവിനുള്ളിൽ ആത്മീയ ശുശ്രൂഷയേകുന്ന നാഥനിന്നാരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത്, ഓ ഉന്നതങ്ങളെന്ന ആത്മാവേ എൻ്റെ മേൽ നിറയണമേ, രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവേ എന്നിൽ കത്തി പടരണമേ, ആത്മാവേ എന്നെ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദാഹിച്ച് ദാഹിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, വലിയ ആഗ്രഹത്തോടെ എന്നെ നീ തീയായി മാറ്റണമേ. ഓ ഹോളി ഫയർ, ഫയർ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ.